നിങ്ങളിപ്പോൾ വർക്ക്ഷോപ്പിലാണോ പണി? വർക്ക്ഷോപ്പിൻ്റെ കാര്യം ഓർമ്മിച്ചത് എനിക്ക്. വർക്ക്ഷോപ്പിൽ അല്ല, നിങ്ങളിപ്പം മറ്റേ ഫ്ലവേഴ്സിന്റെ പരിപാടിയൊക്കെ നിർത്തി ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കയറിയാ? അല്ല, വർക്ക്ഷോപ്പ് ഫ്ലവേഴ്സിലെ ഇത് നിർത്തിയിട്ട് വർക്ക്ഷോപ്പിൽ കയറിയല്ല. വർക്ക്ഷോപ്പായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. കാരണം മെമ്മറീസ് സിനിമയിൽ ഞാനൊരു രതീഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ പാനർ കൊണ്ടുവരുന്നു, പൃഥ്വിരാജ് സാർ ഒന്ന് ചോദിക്കുന്നു, നീ ആളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ പറയുന്നു, അയാൾ പോലീസൊന്നുമല്ല, അയാൾ ഡോക്ടറാ സാറേ എന്ന് പറയുന്ന ഒരു കഥാപാത്രം രതീഷ്. കേരള പോലീസിന് ചില ഫയലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, എന്താ എടാ രതീഷേ, സാറ് നിന്നെ അന്വേഷിച്ചു. അതെന്തിനാ? കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു സ്വിഫ്റ്റിന്റെ മഡ് ഫ്ലാപ്പ് നീ മാറ്റി കൊടുത്തില്ലേ, അത് ആരാണെന്ന് അറിയാനാ. അയാൾ പോലീസുകാരനൊന്നും അല്ല. പിന്നെ അയാള് ഡോക്ടറാ സാറേ. അയാൾ ഡോക്ടറാണെന്ന് എങ്ങനെ മനസ്സിലായി? അത് നിനക്ക് അയാളെ അറിയോ? ഇല്ല സാർ. പിന്നെ അയാൾ ഡോക്ടറാണ് എന്നെങ്ങനെ മനസ്സിലായി? അത് ഞാനൊന്ന് കണ്ടത്. എങ്ങോട്ടാ? ആ വണ്ടിയുടെ മഡ് ഫ്ലാപ്പ് മാറ്റാനാ. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇപ്പം ഞാൻ വന്നത് എൻ്റെ വണ്ടിയിൽ ഓയിൽ മാറാനാണ്. ഓയിൽ മാറുന്നത് തകൃതിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. എന്നതറിയാം നമ്മളിങ്ങനെ കാണിക്കുന്നത്. ഈ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്, അടിപൊളിയാണ്. എനിക്കവിടെ ഷൂട്ടുണ്ട്. ഈ ഒരു ഭക്ഷണം കഴിക്കാൻ പോയില്ലേ, അപ്പോൾ എനിക്ക് ഷൂട്ടുണ്ട്, ഓയിൽ മാറണം എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിപ്പൊക്കെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് ഓയിൽ മാറാൻ എനിക്ക് പെട്ടെന്ന് എത്തണം. കാരണം എന്ന് പറഞ്ഞാൽ നാളെ ഷൂട്ടാണ്, നമ്മുടെ റിഹേഴ്സലൊക്കെ ഉള്ളതാണ്. ഫിസിക്കൽ വൈഫ് പുതിയ പ്രോഗ്രാം, വീട്ടമ്മമാരുടെ റിയാലിറ്റി ഷോ. അതും ഇടയ്ക്ക് മറന്നു പോയില്ല കാരണം കേട്ടോ. അപ്പോൾ ഓയിൽ മാറി വന്ന് ഞങ്ങൾ നേരെ ഷൂട്ട് സ്ഥലത്തേക്ക് പോകും. പിന്നെ പെട്ടെന്ന് അറിയാമെന്നുള്ളൊരു തൊഴിലാവുകൊണ്ട് അവരൊന്ന് ചെറുതായിട്ടൊന്ന് സഹായിക്കാമെന്ന് വിചാരിക്കും. പോളിസിയിലൊരു ചെറിയ ജോലിയുണ്ട്. ഇപ്പോൾ പോളിസിയല്ല ബേസ്, നമുക്കൊരു പോളിസിയാണ് അല്ലേ? പോളിസിയല്ല, ഒരു പോളിസിയാണ്. ഓക്കെ.